കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം ഇന്നലെ പരശുരാമൻ്റെ വെല്ലുവിളി ആണല്ലോ നമ്മൾ ശ്രീരാമനോടുള്ള വെല്ലുവിളിയാണല്ലോ നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ച. അതായത് ആ പഴയ ശിവൻ്റെ ശാപം നീ പൊട്ടിച്ചു അല്ലേ, ശരി, ഞാൻ എൻ്റെ കയ്യിൽ വിഷ്ണു ചാപമുണ്ട്, വൈഷ്ണവ ചാപം, അത് നീ ഒന്ന് ഒടിക്ക്, വലിച്ച് മുറുക്കി ഭഞ്ചിക്ക്, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ദ്വന്ദ്വയുദ്ധത്തിന് വരാം, ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാനിപ്പോൾ നശിപ്പിക്കും എന്നാണല്ലോ പറയണത്. ഞാൻ ക്ഷത്രിയ ശത്രുവായിട്ടുള്ള പരശുരാമനാണ് ഞാൻ, നിനക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി 15, 16, 17 ഒന്നിച്ച് വായിക്കാം. അന്ധകാരോ ബഭൂവാഥ സർവേഷാമപി ചക്ഷുഷാം രാമോ ദാശരഥിർവീരോ വീക്ഷ്യതം ഭാർഗവം രുഷാ ധനുരാച്ഛിദ്യ തദ്ധസ്താദാരോപ്യ ഗുണമംജസാ തൂണീരാത് ബാണമാദായ സന്ധായാകൃഷ്യ വീര്യവൻ ഉവാച ഭാർഗവം രാമം ശൃണു ബ്രഹ്മൻ വചോ മമ ലക്ഷ്യം ദർശയ ബാണസ്യ ഹ്യമോഖോ മമ സായക. എന്താ കഥ? ഭഗവാന്റെ ഇതാണ് ഇനി പറയണത് കേട്ടോ. അഥ സർവേഷാം അപി ചക്ഷുഷാം അന്ധകാര ബഭൂവ. അപ്പയ്ക്കും എല്ലാവരുടെ കണ്ണിലും തീ ശരിക്കും ഇരുട്ട് വ്യാപിച്ചു നമ്മൾ പറയൂലോ. അവിടെ എല്ലാവരുടെയും ദശരഥൻ്റെയും അവിടെ ശ്രീരാമൻ്റെ കൂടെ അല്ലെങ്കിൽ ദശരഥൻ്റെ കൂടെ വന്ന എല്ലാവരുടെയും കണ്ണിൽ ഇരുട്ട് കയറി. അതാണ് അഥ സർവേഷാം അപി ചക്ഷുഷാം അന്ധകാര ബഭൂവാന്ന്. എല്ലാവരുടെ കണ്ണിൽ ഇരുട്ട് കയറി. ദാശരഥി വീര രാമ, ദശരഥപുത്രനും വീരനുമായ രാമൻ എന്താ ചെയ്ത്? തം ഭാർഗവൻ രുഷാ വീക്ഷ്യ, ഭാർഗവനെ ദേഷ്യത്തോടെ, അതായത് പരശുരാമനെ ദേഷ്യത്തോട് കൂടിയിട്ട് നോക്കിയിട്ട് തദ്ധസ്ഥ ധനു ആച്ഛിദ്യ, വേഗം ആ വൈഷ്ണവ ചാപം, പരശുരാമൻ്റെ കയ്യിലിരിക്കണ വൈഷ്ണവ ചാപം വലിച്ചുമെടുത്തു. അഞ്ജസ ഗുണം ആരോപ്യ, ഗുണം കയറ അത് എന്നിട്ടോ എളുപ്പത്തിൽ ഞാണങ്ങട് വലിച്ചു, ഞാണ് മുറുക്കി. തൂണീരാത് ബാണം ആദായ, എന്നിട്ട് തൻ്റെ ആവനാഴിന്ന് അസ്ത്രം എടുത്തു, വില്ല് വലിച്ചു മുറുക്കി അസ്ത്രം എടുത്തിട്ട് സന്ധായ ആകൃഷ്യ തൊടുത്തു. ഇനി ഇവിടെ മാത്രമേ വേണ്ടൂ. അസ്ത്രം തൊടുത്തു. ആ വില്ലിൻ്റെ ചരട് വലിച്ചിട്ട് അസ്ത്രം റെഡിയാക്കി ഇനി ഇങ്ങനെ അസ്ത്രം അയക്കേ വേണ്ടു. അതുപോലെ വലിച്ച് വീര്യവാൻ രാമ, വീരപരാക്രമിയായിട്ടുള്ള രാമൻ ഭാർഗവം രാമം ഉവാച, ആരോട് പറഞ്ഞു? പരശുരാമനോട് പറഞ്ഞു. ബ്രഹ്മൻ മമ വച ശൃണുഷ്വ, ഹേ ബ്രാഹ്മണ, എൻ്റെ വാക്ക് കേൾക്കൂ, ഞാൻ ഇപ്പം പറയാൻ പോണത് കേൾക്കൂ. ബാണസ്യ ലക്ഷ്യം ദർശയ, എൻ്റെ ഈ ബാണത്തിൻ്റെ ലക്ഷ്യം എന്താന്ന് പറയൂ. മമ സായക അമോഘാഹി, എൻ്റെ ബാണം വെറുതെ ആവില്ല, ഇത് വിട്ടാൽ എന്താ ലക്ഷ്യം വെച്ചാൽ അവർ എത്തിയേയിരിക്കൂ. എൻ്റെ ബാണം ഒരിക്കലും നിഷ്ഫലാവില്ല എന്ന് പറഞ്ഞു. എന്താ രസമല്ലേ? എന്താ പറഞ്ഞേ? ഇതങ്ങട് പരശുരാമൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണിലും ഇരുട്ട് കയറി പറഞ്ഞ് അവർക്കൊക്കെ പേടിയായി. ശ്രീരാമനോ ഒരു പേടിയായില്ല. വേഗം ശ്രീരാമൻ ഈ വൈഷ്ണവ ചാപം മുറിക്കാമോ എന്നാണല്ലോ ചോദിച്ചത്, ഭഞ്ചിക്കാമോ എന്നല്ലേ ചോദിച്ചേ. അപ്പോൾ പരശുരാമൻ്റെ കയ്യിൽ ആ വൈഷ്ണവ ചാപം ഉണ്ടേ. വേഗം ശ്രീരാമൻ അതിങ്ങോട്ട് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് ഒരു താമസം ഉണ്ടായില്ല. അതിൽ കെട്ടി ആ എന്താണ് ഞാണ് കെട്ടി വലിച്ചു മുറുക്കി സ്വന്തം ആവനാഴിന്ന് നല്ലൊരു ബാണം എടുത്തു, അസ്ത്രം എടുത്തു, എന്നിട്ട് വലിച്ചു തൊടുത്തു,
തൊടുത്ത് വലിച്ചു റെഡിയായി അസ്ത്രം അയക്കാൻ. എന്നിട്ട് ചോദിച്ചു, എവിടേക്കാ അയക്കേണ്ട ഞാൻ ഈ ബാണത്തിന്? ലക്ഷ്യം ഏതാ പറയൂ എന്നോട്. അവിടെ തന്നെ എത്തുന്നത്. എൻ്റെ ബാണം ഒരിക്കലും നിഷ്ഫലമാകില്ല പരശുരാമ. ഹേ ബ്രാഹ്മണ, പറഞ്ഞുതരൂ, എന്തിന് ലക്ഷ്യം വെച്ചാൽ ഞാൻ ഈ അസ്ത്രം അയക്കേണ്ടതാ ചോദിച്ചു. ഈ ബാണത്തിന് ലക്ഷ്യം എനിക്കിപ്പോൾ കാട്ടി തന്നേ പറ്റൂ. ഒരിക്കലും എൻ്റെ ഈ ബാണം നിഷ്ഫലാവില്ല എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ എന്താ പറയണം നോക്കാം. അന്ധകാരോ ബഭൂവാഥ സർവേഷാമപി ചക്ഷുഷാം രാമോ ദാശരഥിർവീരോ വീക്ഷതം ഭാർഗവം രുഷ. ദേഷ്യത്തോടുകൂടി നോക്കി. എന്നിട്ടാണ് ആ വൈഷ്ണവ ചാപം എടുത്തതേ. ധനുരാച്ഛിദ്യ തദ്ധസ്താദാരോപ്യ ഗുണമഞ്ജസ. ഗുണഞ്ച കയറ് വലിച്ചു കെട്ടി. തൂണീരാത് ബാണമാദായ. ബാണം തൊടുത്തു. പിന്നെയോ സന്ധായാകൃഷ്യ വീര്യവാൻ ഉവാച ഭാർഗവം രാമം. ഇത് കേൾക്കൂ പറഞ്ഞു. ശൃണു ബ്രഹ്മൻ വാചോ മമ. എൻ്റെ വാക്ക് കേൾക്കൂ. ലക്ഷ്യം ദർശയ ബാണസ്യ. ഈ ബാണത്തിൻ്റെ ലക്ഷ്യം കാണിച്ചു തരൂ. ഹ്യമോഘോ മമ സായക. എൻ്റെ സായകം ഒരിക്കലും നിഷ്ഫലമാകില്ല. ഇനി 18, 19, 20. ലോകാൻ പാദയുഗം വാപി വദ ശീഘ്രം മമാജ്ഞയാ അയം ലോക പരോവാധ ത്വയാ ഗന്തും ന ശക്യതേ ഏവം ത്വാം ഹി പ്രകർത്തവ്യം വദ ശീഘ്രം മമാജ്ഞയാ ഏവം വദതി ശ്രീരാമേ ഭാർഗവോ വികൃതാനന സംസ്മരൻ പൂർവവൃത്താന്തമിതം വചനമബ്രവീത്. എന്താ പറയണ വെച്ചാൽ ഈ മൂന്നാമത്തെ 20 ഒരു വരിയെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ലോകാൻ വാ പാദയുഗം വാ അഭി മമ ആജ്ഞയാ ശീഘ്രം വദ. ലോകങ്ങളെയോ ഈ അങ്ങയുടെ കാലിനെയോ എൻ്റെ ആജ്ഞ അനുസരിച്ച് വേഗം പറയൂ. ഞാൻ എവിടേക്കാണ് ഈ ബാണം അയക്കേണ്ടത്? ഈ ലോകങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ലോകങ്ങളിലേക്ക് അയക്കണോ? അതോ കാലിൻ്റെ കാൽ അങ്ങയുടെ കാൽക്കലേക്ക് അയക്കണോ ഈ ബാണം? അഥ അല്ലെങ്കിൽ അയം വാ പരഹ വാ ലോക. ഈ ലോകത്തോ പരലോകത്തേക്കോ അയക്കണോ? അഥ ത്വയാ ഗന്തുന്ന ശക്യതേ. അതുകൊണ്ട് അങ്ങയെ കൊണ്ട് അത് അവിടേക്ക് പോകാൻ സാധിക്കില്ല. ത്വാം ഏവം പ്രകർത്തവ്യം. അങ്ങയ്ക്ക് അപ്പോൾ അതിനൊരു ഇത് ചെയ്യേണ്ടി വരും. മമ ആജ്ഞയാ ശീഘ്രം വദ. എൻ്റെ ആജ്ഞ വേഗം പറയണം എങ്ങടെ അയക്കേണ്ടെന്നേ. ശ്രീരാമേ ഏവം വദതി. ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വികൃതാനന ഭാർഗവ വളരെ വിഷമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ട് പിന്നെ പരശുരാമൻ പൂർവവൃത്താന്തം സസ്മരത്. അപ്പോഴേക്കും പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മിച്ചു. പൂർവവൃത്താന്തം എന്ന് പറഞ്ഞില്ലേ, ഇതം വചനം അബ്രവി. എന്നിട്ട് എന്തോ ഓർമ്മ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അതോ ഈ തപസ് ചെയ്ത് അങ്ങ് സമ്പാദിച്ച ഈ പരലോകങ്ങളുടെ ഗതിയെയോ ഈ ലോകത്തിലത്തെ തീർത്ഥാദി പുണ്യസ്ഥാനത്തിലേക്കുള്ള ഗതിയെയോ ഞാൻ എന്തിനാണ് അങ്ങ് തപസ് ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള അങ്ങയുടെ പുണ്യത്തിനെയോ എന്നാണ് ചോദിക്കണേ. പിന്നെ പരശുരാമനോട് ചോദിക്കുകയാണ്, അങ്ങ് തപസ് ചെയ്ത് സമ്പാദിച്ചിട്ടുള്ള പുണ്യത്തിനെയോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ തപസ് ചെയ്തൊക്കെ ഇനി പരലോകത്ത് പോയിട്ട് പുണ്യം കിട്ടാനാണ്. അപ്പോൾ അങ്ങ് ചെയ്ത പുണ്യത്തിനെയോ അതോ ഇപ്പം അങ്ങ് ചെയ്ത ഈ തീർത്ഥങ്ങളെ സന്ദർശിക്കുക അങ്ങനെയുള്ള ചെയ്തതിൻ്റെ ഫലത്തിനെയോ ഞാൻ ഈ ബാണം കൊണ്ട് എന്തിനെയാണ് നശിപ്പിക്കേണ്ടത്? അങ്ങയുടെ തപശക്തി കൊണ്ടുണ്ടാക്കിയ പരലോകഗതിയോ അങ്ങ് തീർത്ഥസ്നാനാദികൾ ചെയ്തിട്ട് ഈ ഇഹലോകത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പുണ്യങ്ങളെയോ ഏതിനെ ഞാൻ നശിപ്പിക്കേണ്ടത്? ഇതെൻ്റെ ആജ്ഞയാണ്. ഈ ലോകത്തിലോ പരലോകത്തിലോ ഗതിയില്ലാത്ത വിധം അങ്ങയ്ക്ക് പ്രതികാരം ചെയ്യാൻ എനിക്ക് ബാധ്യത ഉണ്ട്. അങ്ങനെയാണ് എന്നോട് പെരുമാറിയത്. അപ്പം അങ്ങയ്ക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ഗതിയില്ല. അതായത് അങ്ങയ്ക്ക് പരലോകത്തിലുള്ള പുണ്യത്തിന് അങ്ങയ്ക്ക് പരലോകത്ത് ചെന്നാൽ
അനുഭവിക്കാവുന്ന പുണ്യങ്ങളെയാണോ ഞാൻ നശിപ്പിക്കേണ്ടത്, ഇഹലോകത്തിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളാണോ നശിപ്പിക്കേണ്ടത്? അങ്ങേക്ക് രണ്ട് ലോകത്തിലും ഗതി ഇല്ലാണ്ടാക്കി തീർക്കാനാണ് ഞാനിപ്പോൾ വിചാരിക്കണതാണ്. അതിനെനിക്ക് ബാധ്യത ഉണ്ട്. എന്താണ് ചെയ്യണമെന്ന് വേഗം പറയൂ. ഇതെൻ്റെ കൽപ്പനയാണെന്ന് പറഞ്ഞു. അതായത് ശരിക്കുള്ള സ്വന്തം രൂപത്തെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്ന് മനസ്സിലാക്കണതെന്ന് നമുക്ക്. അതായത് ഞാനിങ്ങനെ മനുഷ്യരൂപത്തിൽ ശ്രീരാമനായി വന്നു വെച്ചാലും ഞാൻ ചതുർഭുജ വിഷ്ണു തന്നെയാണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുത്തു പരശുരാമന്. ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ വളരെ വികാരാധീനനായി പരശുരാമൻ. എന്നിട്ട് എന്തോ ഒരു പൂർവ വൃത്താന്തം, എന്തോ പഴയ ഒരു കാര്യത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ഇപ്രകാരം മറുപടി പറഞ്ഞു ശ്രീരാമനോട്. ശ്രീരാമന് ദേഷ്യം വന്നു. അത് പറഞ്ഞുല്ലോ നമ്മൾ കഴിഞ്ഞാൽ തന്നെ, ദേഷ്യത്തോടു കൂടി വലിയ വലിച്ചു എന്ന് പറഞ്ഞുല്ലോ. ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പരലോകത്തിൽ പോയി അങ്ങയ്ക്ക് തപസ്സുകൊണ്ട് നേടിയ പുണ്യം, പരലോകത്തിൽ പോയി അനുഭവിക്കണ പുണ്യം നശിപ്പിക്കണോ, ഇഹലോകത്തിൽ അങ്ങ് നേടിയ പുണ്യം നശിപ്പിക്കണോ? അങ്ങയ്ക്ക് പരലോകത്തിലും ഇഹലോകത്തിലും ഗതി ഇല്ലാതെ അങ്ങയോടുള്ള പ്രതികാരം ചെയ്യണത് അങ്ങയ്ക്ക് പരലോകത്തിലും ഇഹലോകത്തിലും ഗതി ഇല്ലാണ്ട് ആക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ കൽപ്പന കേട്ടോളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിൻ്റെ? ശരിക്കും പറയാച്ചാൽ ഈ പരശുരാമന് ശ്രീരാമചന്ദ്രൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം അങ്ങോട്ട് പ്രദർശിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇതിന്ന്. കാരണം പരശുരാമൻ തന്നെ അംശാവതാരമാണ്. ആ അംശാവതാരമായിട്ടുള്ള ആളുടെ ഇഹലോകത്തിലത്തെയും പരലോകത്തിലത്തെയും ഗതിയെ നശിപ്പിക്കാൻ പറ്റുന്ന ആൾ പിന്നെ ഭഗവാൻ തന്നെയല്ലേ ഉള്ളൂ. ഭഗവാന്റെ അംശാവതാരമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം, ശരിക്കുള്ള യഥാർത്ഥ രൂപം പരശുരാമനെ മനസ്സിലാക്കി ശ്രീരാമൻ. അങ്ങ് അംശാവതാരമാണ്, ഞാൻ പൂർണ്ണ അവതാരമാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഗതി ഇല്ലാണ്ട് ആക്കാനുള്ള ബാധ്യത ഉണ്ട് ഇപ്പം എന്നോട് പെരുമാറിയത് എൻ്റെ പ്രതികാരമായിട്ട്. അതുകൊണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പരശുരാമന് എന്തോ ഓർമ്മ വന്ന പോലെ, മുഖമൊക്കെ വളരെ വിഷമായി. അപ്പോൾ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ച പോലെ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് നമുക്ക്. അപ്പോൾ നമുക്ക് 18, 19, 20 വായിച്ചിട്ട് നമുക്ക് പിന്നെ 21, 22, 23 വായിക്കാം കേട്ടോ. ലോകാൻ പാദയുഗം വാപി വദ ശീഘ്രം മമാജ്ഞയാ അയം ലോകപരോ വാധാ ത്വയാ ഗന്തും ന ശക്യതേ ഏവം ത്വാം ഹി പ്രകർത്തവ്യം വദ ശീഘ്രം മമാജ്ഞയാ ഏവം വദതി ശ്രീരാമേ ഭാർഗവോ വികൃതാനന. പേടി പരശുരാമനെ സംസ്മരൻ പൂർവവൃത്താന്തമിതം വചനമബ്രവീതി. എന്തോ പൂർവവൃത്താന്തം സ്മരിച്ച പോലെ പറഞ്ഞു. ശരിക്കും പറയാച്ചാൽ ശ്രീരാമൻ അങ്ങനെ ദേഷ്യപ്പെട്ടതൊക്കെ ശരിക്കും പറയാച്ചാൽ രാമായണത്തിൽ രാവണനോട് പോലും അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. പരശുരാമനോടാണ് ആ രോഷം എന്നുള്ളൊരു ഭാവം തന്നെ കാണിച്ചതെന്ന് മാത്രമല്ല, ഇഹത്തിലും പരത്തിലും ഗതിയില്ലാത്ത തരം എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അല്ലേ, അത്ഭുതമല്ലേ ഇത് ശരിക്കും പറയാച്ചാൽ. അംശാവതാരാണ്. ഇനി നമുക്ക് 21, 22, 23 വായിക്കാം കേട്ടോ. 20ൻ്റെ ഒരു വരിയുണ്ട്. രാമ രാമ മഹാബാഹോ ജാനേ ത്വാം പരമേശ്വരം. ഇനി 21. പുരാണപുരുഷം വിഷ്ണും ജഗൽ സർഗലയോദ്ഭവം ബാല്യേഹം തപസാ വിഷ്ണുമാരാധയിതു മഞ്ജസാ ചക്രതീർത്ഥം ശുഭം ഗത്വാ തപസാ വിഷ്ണുമന്വഹം അതോഷയം മഹാത്മാനം നാരായണമനന്യധി തത പ്രസന്നോ ദേവേശ ശംഖചക്രഗദാധര ഉവാച മാം രഘുശ്രേഷ്ഠ പ്രസന്നമുഖപങ്കജ. എന്താ പറയുന്നറിയോ? മഹാബാഹു രാമ രാമ, മഹാബാഹുവായിട്ടുള്ള രാമ, ത്വാം പരമേശ്വരം ജഗൽ സർഗലയോദ്ഭവം പുരാണപുരുഷം വിഷ്ണും ജാനേ. അയ്യോ, അങ്ങ് പരമേശ്വരനും ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ മുഴുവൻ കാരണം ആയിട്ടുള്ള ആളും പുരാണ പുരുഷനും ആയിട്ടുള്ള മഹാവിഷ്ണുവാണ് എന്ന് ഞാൻ ഈ നിമിഷം അറിയുന്നതെന്ന്. ഹേ രാമ, പെട്ടെന്നാണ് ബോധോദയം ഉണ്ടായി. രാമ, അങ്ങ് എന്താ പറയുക, പരമേശ്വരനും ലോകത്തിൻ്റെ മുഴുവൻ ജഗന്നാഥനും ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഒക്കെ കർത്താവും
പുരാണപുരുഷനുമായിട്ടുള്ള വിഷ്ണുവാണെന്ന് ഞാൻ എൻ്റെ അപ്പം മനസ്സിലാവുന്നുണ്ട് എനിക്ക്. ബാല്യത്തിൽ ഞാൻ തപസ്സ വിഷ്ണു ആരാധയിതും തപസ്സുകൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കാൻ അഞ്ജസ ശുഭം ചക്രതീർത്ഥം ഗത്വ ഞാൻ ചക്രതീർത്ഥത്തെ പ്രാപിച്ചിട്ട് അന്വഹം തപസ അനന്യധീഹി, അതായത് നാരായണം വിഷ്ണു അതോഷയം അന്വഹം തപസ അനന്യധീഹി മഹാത്മാനം നാരായണം വിഷ്ണു അതോഷയം. അങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ ചക്രതീർത്ഥത്തിൽ പോയിട്ട് എല്ലാ ദിവസവും തപസ്സുകൊണ്ട് വേറൊരു വിചാരമില്ലാതെ അനന്യമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ട് മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിച്ചു. കുട്ടിക്കാലത്ത് ഞാൻ ചക്രതീർത്ഥത്തിൽ പോയിട്ട് അനന്യഭക്തിയോടുകൂടി ഏകാന്ത ഭക്തിയോട് കൂടിയിട്ട് ഞാൻ സർവകാരണ രൂപനായിരിക്കണം മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിച്ചു. തതഃ പ്രസന്ന ശംഖചക്രഗദാധര ദേവേശ. അപ്പോൾ ഭഗവാൻ പ്രസാദിച്ചിട്ട് ശംഖചക്ര ഗദ പത്മം ധരിച്ച ചതുർഭുജധാരിയായിട്ട് പ്രസന്നമുഖ പങ്കജ നല്ല വിടർന്ന താമര പോലുള്ള മുഖത്തോടു കൂടിയവനായിട്ട് രഘുശ്രേഷ്ഠ ഹേ രാഘവ മാം ഉവാച എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. അങ്ങ് മഹാവിഷ്ണുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുട്ടിക്കാലത്ത് മഹാവിഷ്ണുവിനെ അനന്യഭക്തിയുടെ തപസ് ചെയ്തപ്പോൾ ചതുർഭുജ രൂപത്തിൽ വന്നിട്ട് എന്നോട് മഹാവിഷ്ണു ഹേ ശ്രീരാമ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് കുട്ടിക്കാലത്ത് തപസ് ചെയ്തപ്പോൾ മഹാവിഷ്ണു പറഞ്ഞെന്ന് ഇനി പറയും. അപ്പോൾ നമുക്ക് 21, 22, 23 വായിച്ച് പിന്നെ അടുത്ത 4 ചെയ്യാം കേട്ടോ. രാമ രാമ മഹാബാഹോ ജാനേ ത്വാം പരമേശ്വരം പുരാണപുരുഷം വിഷ്ണും ജഗൽ സർഗലയോദ്ഭവം ബാല്യേഹം തപസാ വിഷ്ണുമാരാധയിതുമഞ്ജസ ചക്രതീർത്ഥം ശുഭം ഗത്വാ തപസാ വിഷ്ണുമന്വഹം. വിഷ്ണു പറഞ്ഞുവേ അതോഷയം പ്രസന്നനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. മഹാത്മാനം നാരായണമനന്യധീ തഥ പ്രസന്നേ ദേവേശ ശംഖചക്രഗദാധര. പിന്നെ എന്നോട് പറഞ്ഞു ഉവാച മാം എന്നോട് പറഞ്ഞു രഘുശ്രേഷ്ഠ വളരെ പ്രസന്നമുഖ പങ്കജ പ്രസന്നമായിട്ടുള്ള മുഖത്തോടുകൂടി എന്നോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്നാണ് 24, 25, 29 വരെ വായിക്കാം. ഉത്തിഷ്ഠത ശ്രീ ഭഗവാൻ ഉവാച. ഇതാണ് ഭഗവാൻ പറഞ്ഞത് പരശുരാമനോട് കുട്ടിക്കാലത്ത്. ശ്രീ ഭഗവാൻ ഉവാച ഉത്തിഷ്ഠ തപസോ ബ്രഹ്മൻ ഫലിതം തേ തപോ മഹത് മച്ചിദംശേന യുക്തസ്ത്വം ജഹി ഹൈഹയപുങ്കവം കാർത്തവീര്യം പിതൃഹണം യദർത്ഥം തപസശ്രമ തതസ്ത്രീ സപ്തകൃത്വസ്ത്വം ഹത്വാ ക്ഷത്രിയമണ്ഡലം കൃത്സ്നാം ഭൂമിം കശ്യപായ ദത്വാ ശാന്തിമുപാവഹ ത്രേതാമുഖേ ദാശരഥിർഭൂത്വാ രാമോഹമവ്യയ ഉൽപൽസ്യേ പരയാ ശക്ത്യാ തദാ ദ്രക്ഷ്യസി മാം തഥാ മത്തേജ പുനരാദാസേ ത്വയി ദത്തം മയാ പുരാ തദാ തപശ്ചരം ലോകേ തിഷ്ഠത്വം ബ്രഹ്മണോ ദിനം ഇത്യുക്ത്വാന്തർദധേ ദേവസ്തഥാ സർവം കൃതം മയാ സ ഏവ വിഷ്ണുസ്ത്വം രാമജാതോസി ബ്രഹ്മണാർത്ഥിത മയി സ്ഥിതം തു ത്വത്തേജസ്ത്വയൈവ പുനരാഹൃതം. എന്താ പറഞ്ഞ ഭഗവാൻ ഉവാച. ഭഗവാൻ എന്നോട് പറഞ്ഞു എന്ന് പറയാണ്. ആ പറഞ്ഞത് പരശുരാമൻ ശ്രീരാമനോട് പറയണു. ബ്രഹ്മൻ തപസ ഉത്തിഷ്ഠ ഹേ ബ്രാഹ്മണ തപസ്സിൽ നിന്ന് ഉണർന്നാലും തേ മഹത്ത് തപ ഫലിതം അങ്ങയുടെ തപസ് ഇപ്പോൾ സഫലായി. മച്ചിദംശേന യുക്ത ത്വം എൻ്റെ അംശാവതാരമായിട്ടുള്ള അങ്ങ് പിതൃഹണം ഹൈഹയപുങ്കവം കാർത്തവീര്യം ജഹി. പിതൃഹണം ചെന്താ സ്വന്തം ജമദഗ്നിയായിട്ടുള്ള പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നി പിതാവിനെ കൊന്നവനും പിതൃഹണം ഹേഹയകുലശ്രേഷ്ഠനുമായ ഹേഹയ രാജ്യത്തിലത്തെ ആളാണല്ലോ കാർത്തവീരാജനാണല്ലോ ജമദഗ്നിയെ കൊന്നത്. അപ്പോൾ അങ്ങയുടെ പിതാവിനെ കൊന്നവനും ഹേഹയകുലശ്രേഷ്ഠനുമായ ഈ കാർത്തവീര്യാർജുനനെ കൊന്നാലും, അതാണ് ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം. യദർത്ഥം തപസഃ ശ്രമഃ അതിനായിക്കൊണ്ട് തപസ്സിൻ്റെ പരിശ്രമം തതഃ ത്രിസപ്തകൃത്വ അത് കഴിഞ്ഞതിന് ശേഷം
കാർത്തവീര്യനെ കൊന്നതിന് ശേഷം 21 വട്ടം ത്രിസപ്ത കൃത്വ 21 പ്രാവശ്യം ക്ഷത്രിയമണ്ഡലം ഹത്വ, അതായത് അഹങ്കാരികളായ ക്ഷത്രിയന്മാരെ കൊന്നിട്ട് കൃഷ്ണം ഭൂമിയും കശ്യപായ ദത്വ, ഭൂമിയെ കശ്യപനായി കൊണ്ട് ദാനം ചെയ്തിട്ട് ത്വം ശാന്തിം ഉപാവഹ, അങ്ങ് ശാന്തനായിരുന്നാലും അവ്യഹ അഹം, ഞാൻ നാശമില്ലാത്ത ഞാൻ ത്രേതാമുഖേ ദാശരഥി രാമ ഭൂത്വ, ത്രേതായുഗത്തിൽ ദശരഥൻ്റെ പുത്രനായി ജനിച്ചിട്ട് പരയാശക്തിയ ഉത്പസ്യേ, അതായത് പരാശക്തിയായ അതായത് സീതയോട് കൂടിയിട്ടേ പരാശക്തിയോടുകൂടി ഞാൻ ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായിട്ട് ജനിക്കും. തഥാ മാം ദ്രക്ഷ്യസി, അപ്പം ഞാൻ അങ്ങ് എന്നെ കാണും, അന്ന് അങ്ങക്ക് എന്നെ കാണാനുള്ള ഇടയുണ്ടാവും. അപ്പോൾ തഥാ മാം ദ്രക്ഷ്യസി, എന്നെ കാണും. മയാ പുര ത്വയി ദത്തം മ തേജ പുന ആദാസ്യേ, അപ്പോൾ എന്നാൽ പണ്ട് അങ്ങയ്ക്ക് ഞാൻ അംശാവതാരം എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങയ്ക്ക് തന്ന തേജസ് അന്ന് അങ്ങ് എന്നിൽ തന്നെ ലയിപ്പിച്ചോളൂ. പരശുരാമനോട് പറയുകയാണ്, അങ്ങൻ്റെ അംശാവതാരമാണ്. അങ്ങനെ ഈ പിന്നെന്താ പറയുക, തൻ്റെ അച്ഛനെ കൊന്ന കാർത്തവീര്യനെ കൊന്നതിന് ശേഷം 21 വട്ടം ക്ഷത്രിയന്മാരെ നശിപ്പിച്ചതിന് ശേഷം അങ്ങ് ശാന്തനായിട്ട് ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായി ഞാൻ ജനിക്കുന്നത് വരെ അങ്ങനെ കഴിഞ്ഞോളൂ. അത് കഴിഞ്ഞ് അങ്ങക്ക് എന്നെ കാണാനിട വരും. ആ കാണുന്ന സമയത്ത് അങ്ങയുടെ ഉള്ളിലുള്ള ആ തേജസ് ഉണ്ടല്ലോ, എൻ്റെ തേജസ്, ആ തേജസ്സിനെ അങ്ങ് എന്നിൽ തന്നെ ലയിപ്പിച്ചോളൂ, വീണ്ടും എനിക്കെന്നെ തന്നോളൂ ആ തേജസ്. പിന്നെയോ തേജസ്സിനെ വീണ്ടും ആദാനം ചെയ്യുന്ന തഥാ തപഹ ചരൻ ബ്രഹ്മണ, അല്ല അങ്ങയിൽ ദത്തമായ എൻ്റെ തേജസ്സിനെ വീണ്ടും ആദാനം ചെയ്യുന്നതെന്ന്, പിന്നെയും ഞാൻ അതിനെ ശക്തിപ്പെടുത്താമെന്നാണ്. അപ്പോഴോ തഥാ തപഹ ചരൻ ബ്രഹ്മണ ദിനം ത്വം ലോകേ തിഷ്ഠ, അപ്പോൾ തപസ് ആചരിച്ചും കൊണ്ട് ബ്രഹ്മാവിൻ്റെ പകൽ സമയം കഴിയണ വരെ അങ്ങ് ഈ ലോകത്ത് തന്നെ, അതാണ് പറയണം കേട്ടോ, അങ്ങയുടെ തേജസ് എന്നെ ലയിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആദാനം ചെയ്താലെന്ന് പറഞ്ഞു കേട്ടോ, അതിൻ്റെ അർത്ഥം അങ്ങനെ ആയിരിക്കാം. പിന്നെ അങ്ങക്ക് ഞാൻ തന്നിട്ടുള്ള അംശാവതാരത്തിൻ്റെ തേജസ് എന്നെ തന്നെ ലയിപ്പിച്ചോളൂ, എന്നിട്ട് പിന്നെ ബ്രഹ്മാവിൻ്റെ പകൽ കഴിയണ വരെ, അതായത് വലിയൊരു പ്രളയം വരണ വരെ, അല്ല ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയണതല്ല, പകൽ കഴിഞ്ഞിട്ടുള്ള പ്രളയം വരെ അങ്ങ് ഈ ഭൂമി തന്നെ കഴിഞ്ഞോളൂ. ഇത് ഉക്ത്വ ദേവ അന്തർധതേ, ഇപ്രകാരം പറഞ്ഞിട്ട് ദേവൻ അന്തർധാനം ചെയ്തു. മയാ സർവം തഥാകൃതം, എന്നാൽ എല്ലാ പ്രകാരത്തിലും ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എന്തൊക്കെ, ഹേ രാമ ത്വം സ ഏവ വിഷ്ണു, അങ്ങ് വിഷ്ണു തന്നെയാണ്. ബ്രഹ്മണ അർത്ഥിത ജാത അസി, ബ്രഹ്മാവിനായി പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് ആണ് അങ്ങ് ജനിച്ചത് അല്ലേ, രാവണനെയൊക്കെ കൊല്ലാൻ. മയി സ്ഥിതം ത്വത്തേജഹത്തു, എന്നിൽ സ്ഥിതമായിരിക്കുന്ന അങ്ങയുടെ തേജസ്സാകട്ടെ ത്വയാ ഏവാ പുന ആഹൃതം, അങ്ങയാൽ തന്നെ വീണ്ടും ആഹരിക്കപ്പെട്ടു. അതാണ് അംശാവതാരാവാൻ വേണ്ടി പരശുരാമൻ നൽകിയ തേജസ്സിനെ, ആ തേജസ്സിനെ ഭഗവാൻ മടക്കിയെടുത്തു. ഇനി പരശുരാമൻ ബ്രഹ്മാവിൻ്റെ ആ പകൽ കഴിയണ വരെ ഭൂമിയിൽ ജീവിച്ചിട്ട് പിന്നെ ഭഗവാനിൽ ലയിച്ചോളാൻ പറഞ്ഞു. അതാണ് എന്താ വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ എല്ലാ ശ്ലോകത്തിൻ്റെയും ഒരു ചുരുക്കം പറയാം. ഹേ ബ്രഹ്മൻ, അതായത് ബ്രാഹ്മണ, തപസ് മതിയാക്കൂ, അതായത് അങ്ങയുടെ തപസ് സഫലായി, എൻ്റെ ശക്തി അങ്ങയിലുണ്ടപ്പോൾ, അങ്ങ് എൻ്റെ അംശാവതാരാണ്. അങ്ങയുടെ പിതാവായിട്ടുള്ള ജമദഗ്നി വധിച്ചില്ലേ, ആ കാർത്തവീര്യനെ അങ്ങ് പോയി വധിക്കണം. എന്നിട്ട് അതിനാണല്ലോ തപസ് ചെയ്തപ്പോൾ, അതിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് തപസ് ചെയ്തത്. അപ്പം അങ്ങയുടെ തപസ് സഫലായി പറഞ്ഞാൽ അങ്ങ് എൻ്റെ വീര്യത്തിൻ്റെ അംശം ഞാൻ തന്നു, ഞാൻ തപശക്തി കൊണ്ട് ഞാൻ തന്ന ആ തേജസ് കൊണ്ട് അല്ലെങ്കിൽ ഓജസ് കൊണ്ട് കാർത്തവീര്യാർജുൻ അങ്ങയുടെ പിതാവിനെ വധിച്ച കാർത്തവീര്യാർജുനെ പോയി വധിച്ചോളൂ. അതിനുശേഷം 21 വട്ടം അഹങ്കാരികളായ ക്ഷത്രിയ സമൂഹത്തെ നശിപ്പിക്കൂ. അതിനുശേഷം ഈ സമസ്ത ഭൂമിയും കശ്യപന് നൽകിയതിന് ശേഷം ശാന്തനായിട്ട് ഞാൻ ത്രേതായുഗത്തിൽ ദശരഥൻ്റെ മകനായി ജനിക്കണ വരെ
ശാന്തനായി ജീവിച്ചോളൂ. ഇപ്പോൾ അങ്ങയിലുള്ളതിനേക്കാൾ അധികം ശക്തി അപ്പം ഉണ്ടാവും അങ്ങയ്ക്ക്, ഈ തപസ്സിൻ്റെ ശക്തിയൊക്കെ. ഇനി പിന്നെ അങ്ങയ്ക്ക് ത്രേതായുഗത്തിൽ ഞാൻ രാമനായി ജനിക്കുമ്പോൾ എന്നെ കാണാനുള്ള അവസരം ഉണ്ടാവും. അപ്പം ഇപ്പം എന്നെ കണ്ടുല്ലോ, അല്ല കാണാൻ അവസരം ഉണ്ടാവും. അന്ന് ഞാൻ അങ്ങയ്ക്ക് തന്നിട്ടുള്ള ആ എൻ്റെ തേജസ്സിനെ ഞാൻ ഞാൻ തന്നെ എടുക്കുക. അങ്ങയ്ക്ക് കാർത്തവീര്യാർജുനെ കൊല്ലാനും 21 വട്ടം ക്ഷത്രിയന്മാരെ കൊല്ലാനും ഞാൻ തേജസ് നൽകിയല്ലോ തപസ് കഴിഞ്ഞിട്ട്. ആ തേജസ്സിനെ അങ്ങ് വീണ്ടും ത്രേതായുഗത്തിൽ രാമനായിട്ട് അവതരിച്ച് എന്നെ കാണുമ്പോൾ ഞാൻ അത് അങ്ങയിൽ നിന്നും തിരിച്ചെടുക്കും. അതിനുശേഷം അങ്ങ് ബ്രഹ്മാവിൻ്റെ ഈ പകല് കഴിയണ വരെ 1000 ചതുർയുഗമാണല്ലോ അത് ബ്രഹ്മാവിൻ്റെ പകല്. അത് കഴിയണ വരെ 1000 ചതുർയുഗം കഴിയുന്നവരെ അങ്ങ് ഇവിടെ വസിച്ചോളൂ ശാന്തനായിട്ട് എന്ന് അരുളി ചെയ്തതുപോലെ ഞാൻ ഇതുവരെ ചെയ്തു. ഇപ്പം എനിക്ക് അങ്ങേ കാണാനുള്ള ആ അവസരം ഇപ്പോൾ വന്നു. അപ്പം അങ്ങ് വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ചാണല്ലോ അങ്ങ് അവതരിച്ചത്. അപ്പോൾ അങ്ങ് തന്നെ എന്നിൽ അർപ്പിച്ച ആ തേജസ് അങ്ങനെ അപ്പോൾ മടക്കിയെടുക്കുകയും ചെയ്തു. ഇനി ഞാൻ പൂവേ എന്ന് പറയുകയാണ്. അത് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ശ്ലോകങ്ങളൊന്നുകൂടി വായിച്ച് നിർത്താം. അതായത് പരശുരാമൻ്റെ തേജസ്സിനെ ഭഗവാൻ മടക്കിയെടുത്തു. പരശുരാമന് നൽകിയ തേജസ്സിനെ ഭഗവാൻ തന്നെ ശ്രീരാമൻ മടക്കിയെടുത്തു എന്ന്. ശ്രീ ഭഗവാനോച ഉത്തിഷ്ഠ തപസോ ബ്രഹ്മൻ ഫലിതം തേ തപോ മഹത്മച്ചിദംശേന യുക്തസ്ത്വം ജഹി ഹൈഹയ പുംഗവം കാർത്തവീര്യം പിതൃഹണം യദർത്ഥം തപസശ്രമ തത്രസി ത്രിസപ്തകൃത്വസ്ത്വം ഹത്വാ ക്ഷത്രിയമണ്ഡലം 21 പ്രാവശ്യം. ത്രിസപ്ത 3 കൃഷ്ണാം ഭൂമിം കശ്യപായ ദത്വാ ശാന്തിമുപാവഹ ത്രേതാമുഖേ ദാശരഥിർഭൂത്വാ രാമോഹമവ്യയ ഉൽപ്പൽസ്യേ പരയാ ശക്ത്യാ തഥാ ദ്രക്ഷ്യസി മാം തഥാ മത്തേജ പുനരാദാസ്യേ ത്വയി ദത്തം മയാ പുരാ തഥാ തപശ്ചരം ലോകേ തിഷ്ഠത്വം ബ്രഹ്മണോ ദിനം. ബ്രഹ്മാവിൻ്റെ പകല് കഴിയണവരെ ഇത്യുക്താന്തർദധേ അപ്രത്യക്ഷമായി ഭഗവാൻ. ദേവസ്തഥാ സർവം കൃതം മയാ സ ഏവ വിഷ്ണുസ്ത്വം. അങ്ങ് ഇപ്പം ത്രേതായുഗത്തിൽ അങ്ങ് വന്നിട്ടുള്ള ഈ ശ്രീരാമനായി വന്നിട്ടുള്ള വിഷ്ണു എന്ന് എനിക്ക് മനസ്സിലായിന്ന്. രാമ ജാതോസി ബ്രഹ്മണാർത്ഥിത. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് അവതരിച്ചതാണല്ലോ. മയി സ്ഥിതം തു തത്തേജസ്ത്വയൈവ പുനരാഹൃതം. അങ്ങ് എനിക്ക് തന്ന ആ തേജസ് ഇതാ അങ്ങയാൽ തന്നെ ഇവിടെ തിരിച്ചെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.